ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് വീണ്ടും ദൈവസന്നിധിയിൽ ഇങ്ങനെ ഒരുമിച്ച് വരുവാൻ കർത്താവ് കൃപ ചെയ്തതുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായിരിക്കുന്ന, പൊതുവെ ലളിതമായി പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്ന ഒരു പുസ്തകമാണ്. നമുക്കെല്ലാവർക്കും വായിക്കാൻ ഇഷ്ടമാണ്, പഠിക്കാൻ ഇഷ്ടമാണ്. ഏറ്റവും അധികം നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പുസ്തകമാണ് യോഹന്നാന്റെ സുവിശേഷം. എന്നാൽ ദൈവവചനത്തിലെ ഏതൊരു വിഷയത്തെയും പോലെ നമ്മൾ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് കൂടുതൽ കൂടുതൽ പ്രകാശനങ്ങൾ ആ വിഷയങ്ങളിൽ നൽകിത്തരും. നമുക്കറിയാം, പുതിയ നിയമത്തെ 4 സുവിശേഷങ്ങൾ പ്രധാനമായിട്ട് നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. യേശുക്രിസ്തുവിൻ്റെ 4 സ്വഭാവ സവിശേഷതകൾ ഫോക്കസ് ചെയ്ത് ഓരോരുത്തരും എഴുതിയിരിക്കുന്നു. ആ വിഷയങ്ങൾ നമുക്കറിയാവുന്നതാണ്. മത്തായി ഇസ്രായേലിൻ്റെ രാജാവായിട്ട്, അല്ലെങ്കിൽ വാഗ്ദത്ത മശിഹയായി ഇസ്രായേൽ ജനം പ്രതീക്ഷിച്ചിരുന്ന യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ആ രാജാവായി, യഹൂദന്മാരുടെ രാജാവായി വരുന്ന വാഗ്ദത്ത മശിഹയുടെ രാജത്വം അല്ലെങ്കിൽ രാജാവ് എന്നുള്ള നിലയിൽ നമ്മുടെ കർത്താവിൻ്റെ പ്രവർത്തനങ്ങളെയും തൻ്റെ നിലകളെയുമാണ് പ്രത്യേകിച്ച് മത്തായി സുവിശേഷം കൈകാര്യം ചെയ്യുന്നത്. മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിനെ ദാസനായിട്ട് അല്ലെങ്കിൽ ശുശ്രൂഷകനായിട്ട്, മനുഷ്യരുടെ വീണ്ടെടുപ്പുകാരനായിട്ട് പ്രത്യേകമായിട്ട് എടുത്തു കാണിക്കുന്നു. മത്തായി സുവിശേഷത്തിലും രാജാവായിട്ട് കാണിക്കുമ്പോൾ തന്നെ വീണ്ടെടുപ്പുകാരൻ എന്നുള്ള നിലയിൽ മത്തായി ആ വിഷയങ്ങൾ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. ലൂക്കോസ് കർത്താവിനെ മനുഷ്യപുത്രനായി ഉയർത്തി കാണിക്കുന്നു, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിന് ഊന്നൽ കൊടുക്കുന്നു. യോഹന്നാൻ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തിന് ഊന്നൽ കൊടുക്കുന്നു. അപ്പൊ ഈ 4 സുവിശേഷങ്ങളെയും നമ്മൾ ആഴമായി ചേർന്ന് പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ 4 തലങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ 4 വീക്ഷണകോണിൽ നിന്നുകൊണ്ട് നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിയും. എന്നാൽ ആത്യന്തികമായിട്ട് ഈ 4 സുവിശേഷങ്ങളൂടെ ചേർന്ന് വരുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ മഹത്വവും വല്ലഭത്വവും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ യോഹന്നാന്റെ സുവിശേഷം നമ്മൾ പഠിച്ചു വരുമ്പോൾ ആമുഖമായിട്ട് ചില കാര്യങ്ങൾ ഇന്ന് കവർ ചെയ്യാമെന്നാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. അപ്പൊ യോഹന്നാനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരിൽ, യേശുക്രിസ്തുവിന്റെ പ്രിയ ശിഷ്യന്മാരിൽ ഒരുവനായിരുന്നു യോഹന്നാൻ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമുക്കറിയാം, 3 പേര് യേശു കർത്താവിനോട് കൂടെ എല്ലാ രംഗത്തും ഉണ്ടായിരുന്നു. സബദി പുത്രന്മാരായിരിക്കുന്ന, അല്ലെങ്കിൽ സബദിയുടെ മക്കളായിരിക്കുന്ന യാക്കോബും യോഹന്നാനും, അതുപോലെ പത്രോസും അല്ലെങ്കിൽ ശീമോനും, ഇവർ 3 പേര് കർത്താവിനോട് കൂടെ പറ്റിച്ചേർന്ന് നിൽക്കുന്ന, ഈ 12 പേരിൽ കർത്താവിനോട് കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു പ്രത്യേക അനുഭവം, കർത്താവിൻ്റെ കഷ്ടാനുഭവം അല്ലെങ്കിൽ ഗെത്സമന തോട്ടത്തിൽ താൻ കഷ്ടം അനുഭവിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ മുതൽ ക്രൂശിന്റെ ചുവട്ടിൽ നമ്മൾ യോഹന്നാനെ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ ജീവിതവുമായിട്ട്, അല്ലെ കർത്താവുമായിട്ട് ഏറ്റവും ഇഴചേർന്ന് പറ്റിച്ചേർന്ന് നിന്ന ഒരു വ്യക്തിത്വമാണ് യോഹന്നാൻ. അപ്പൊ യോഹന്നാൻ എഴുതി വരുന്ന വിഷയങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തിപരമായ ഒരു അടുപ്പം നമ്മുടെ കർത്താവിനെ കുറിച്ച് അറിയുവാനായിട്ട്, കർത്താവ് ആരായിരുന്നു എന്ന് മറ്റുള്ളവർക്ക് അതില്ല എന്ന ആശയത്തിലല്ല, എന്നാൽ നമ്മൾ ആ കർത്താവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവർക്ക്, യോഹന്നാനെ കുറിച്ച് നമ്മൾ വായിക്കുന്ന കർത്താവിൻ്റെ മാറോട് ഇരിക്കുന്ന ഒരനുഭവമുള്ള ഒരു വ്യക്തിയായിരുന്നു യോഹന്നാൻ എന്ന് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ യോഹന്നാൻ എഴുതി വരുന്ന വിഷയങ്ങളെ നമ്മൾ അത്ര ഗൗരവത്തോടെ പഠിച്ചു പോകുവാനായിട്ട് ആവശ്യമുണ്ട്. നമ്മൾ പഠിക്കുന്ന ആളുകളാണ്. എന്നാൽ പഠിച്ചു വരുമ്പോൾ, പഠിക്കും തോറും നമ്മുടെ കർത്താവിൻ്റെ ദൈവത്വം അത് എത്ര ആഴമായിട്ട്, ഹൃദ്യമായിട്ട്, ഹൃദയസ്പർശിയായിട്ടാണ് യോഹന്നാൻ എഴുതി വരുന്നതെന്ന് കാണുവാനായിട്ട് കഴിയും. അപ്പോസ്തലന്മാരിൽ നമുക്കറിയാം, മിക്കവരും, എല്ലാവരും തന്നെ രക്തസാക്ഷികളായിട്ടാണ് 12 ശിഷ്യന്മാരിൽ എല്ലാവരും തന്നെ മരിച്ചു പോകുന്നത്. എന്നാൽ യോഹന്നാൻ പൂർണ്ണ വാർദ്ധക്യത്തിലെത്തി മരിച്ചു എന്നാണ് നമ്മൾക്ക് ചരിത്രത്തിൽ നിന്ന്, ട്രഡീഷൻ, യഹൂദ അല്ലെങ്കിൽ സഭാ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന കാര്യം. അതിന് കർത്താവ് യോഹന്നാനെ കുറിച്ച് നമുക്കറിയാം, 3 ലേഖനങ്ങളും സുവിശേഷവും വെളിപ്പാട് പുസ്തകവും. അപ്പൊ ഈ 3 തലങ്ങളിൽ, അല്ലെങ്കിൽ യോഹന്നാന്റെ എഴുത്തിന്റെ 3 വ്യത്യസ്ത തലങ്ങൾ ഒരു വിഷയത്തെ ഫോക്കസ് ചെയ്താൽ നിൽക്കുന്നു. യേശുക്രിസ്തുവിന്റെ ദൈവത്വം കേന്ദ്ര വിഷയമായി നിർത്തിക്കൊണ്ട് ദൈവസ്നേഹത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് സുവിശേഷം എഴുതുന്നു. ആ ദൈവസ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് സഭയിൽ എങ്ങനെ ഒരു വിശ്വാസി പെരുമാറണം, ഇതിന് വിരോധമായിട്ട് വരുന്ന
തെറ്റായ ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് ലേഖനങ്ങളിൽ പ്രതിപാദിക്കുന്നു. ദൈവസ്നേഹത്തിന്റെ പൂർത്തീകരണം, അല്ലെങ്കിൽ നമ്മോടുള്ള ദൈവസ്നേഹത്തിന്റെ പൂർത്തീകരണം പ്രവചന ആത്മാവിൽ ദൈവം വെളിപ്പെടുത്തി കൊടുത്തതനുസരിച്ച് താൻ വെളിപ്പാട് പുസ്തകത്തിൽ ആലേഖനം ചെയ്തു. സഭയ്ക്കായിട്ട് ദൈവം ഒരുക്കിയിരിക്കുന്ന മഹത്വകരമായ പ്രത്യാശ. അപ്പോൾ യോഹന്നാൻ എഴുതി വരുമ്പോൾ ലൂക്കോസ് ഒരു ചരിത്രകാരനെ പോലെ ഒത്തിരി ഒരു ചരിത്രകാരൻ എഴുതും പോലെ വസ്തുനിഷ്ഠമായിട്ട് വിഷയങ്ങൾ എഴുതി പിടിപ്പിക്കുവാനായിട്ടാണ് ലൂക്കോസ് ശ്രദ്ധിച്ചിരിക്കുന്നത്. എന്നാൽ യോഹന്നാൻ ഈ ഹൃദയത്തോട് പറ്റിയിരുന്ന് ആ ഹൃദയത്തിലെ ചൂട് ആസ്വദിച്ചുകൊണ്ട് പറ്റിച്ചേർന്ന് ചൂട് പിടിച്ച് എന്ന് പറഞ്ഞാൽ ആ ഹൃദയത്തിന്റെ ഭാവം ശരിയായ നിലയിൽ ഉൾക്കൊണ്ട് അത് അതേ നിലയിൽ തൻ്റെ അനുവാചകർക്ക് പകർന്നു നൽകുവാൻ യോഹന്നാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ യോഹന്നാനിലെ ലേഖനം പഠിക്കും, നമ്മൾ കൂടെ വായിക്കുന്നവരാണ്. എന്നാൽ ചില അധ്യായങ്ങളും ചില വാക്യങ്ങളും മാത്രമല്ല, ഈ യോഹന്നാന്റെ സുവിശേഷം നമ്മൾ കൂടെ പഠിക്കുന്ന ഒരു അനുഭവം. ഇപ്പം നമ്മൾ സുവിശേഷം പറയാൻ പോകുമ്പോഴും രക്ഷിക്കപ്പെടുന്നവരോട് അല്ലെങ്കിൽ ഏറ്റുപറഞ്ഞ് സ്വീകരിക്കുന്നവരോട് നമ്മൾ ആവശ്യപ്പെടുന്ന നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം ഒന്ന് തുടർമാനമായിട്ട് വായിക്കണം. അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യനെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നത് മനസ്സിലാക്കുവാനായിട്ട്, അല്ലെങ്കിൽ ദൈവസ്നേഹത്തിൻ്റെ മഹത്വം മനസ്സിലാക്കുവാനായിട്ട് ലളിതമായ ഭാഷയിൽ അവതരിപ്പിക്കുന്ന ഒരു പുസ്തകം എന്നുള്ള നിലയിലാണ് അങ്ങനെ സംസാരിക്കുക. മറ്റു പുസ്തകങ്ങൾക്ക് പ്രാധാന്യമില്ലെന്നോ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വവും രക്ഷാപ്രവൃത്തിയും വെളിപ്പെടുത്തുന്നില്ല എന്നല്ല അതിൻ്റെ ആശയം. എന്നാൽ ഒരു പുതുതായി വരുന്ന ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ ബൈബിളുമായിട്ട് വലിയ പരിചയമില്ലാത്ത ഒരു വ്യക്തിക്ക് ബൈബിൾ സത്യങ്ങളെ ഉൾക്കൊള്ളുവാനായിട്ട് ഏറ്റവും ലളിതമായിട്ട് പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് യോഹന്നാന്റെ സുവിശേഷം. വിശ്വാസികളായ നമ്മൾ തഴക്കവും പഴക്കവും ഒക്കെ വന്നവരാണ്. എങ്കിലും ഈ കട്ടിയുള്ള ആഹാരം കഴിക്കുന്നതിനോടൊപ്പം തന്നെ യോഹന്നാന്റെ സുവിശേഷം ശ്രദ്ധിച്ചു പഠിക്കുന്നതിന് ഒരാവശ്യമുണ്ട്. കാരണം യോഹന്നാന്റെ സുവിശേഷത്തിന്റെ പ്രത്യേകത അത് ദൈവശാസ്ത്രപരമായി സമ്പുഷ്ടമായിരിക്കുന്ന ഒരു സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം. റോമാലേഖനത്തെ നമ്മൾ 5-ാമത്തെ സുവിശേഷം എന്ന് പറയാറുണ്ട്. വിശ്വാസത്താലുള്ള നീതീകരണത്തെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ പ്രത്യേകത ദൈവശാസ്ത്രം, ഈ ദൈവിക ആളത്വങ്ങളുടെ പ്രവർത്തനവും പ്രത്യേകതയും വ്യക്തമായിട്ട് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഒരു സുവിശേഷമാണ്, അല്ലെങ്കിൽ പുസ്തകമാണ് യോഹന്നാന്റെ സുവിശേഷം എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് നമ്മൾ ഈ പഠനത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മളാൽ കഴിയുന്നത് പോലെ ഈ പുസ്തകത്തിലൂടെ നമുക്ക് ഒരുമിച്ച് നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് അടുത്ത ഒരു അധ്യായം നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു പോർഷൻസ് ഒന്ന് വായിച്ചു വന്നു കഴിഞ്ഞാൽ അത് കൂടുതലായിട്ട് നമുക്കത് ചിന്തിക്കുവാനായിട്ട് നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് കൂടുതൽ പ്രകാശനം ആ നിലയിൽ നൽകുവാനായിട്ട് മുഖാന്തരമായി തീരും. അപ്പം നമ്മൾ ഇന്ന് അതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ, എന്താണ് യോഹന്നാന്റെ സുവിശേഷം എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ ഒരു ഇൻട്രഡക്ഷൻ മാത്രം ഇന്ന് പങ്കുവയ്ക്കാമെന്നാണ് കർത്താവ് ഞാൻ ദൈവം അനുവദിച്ചാൽ നമ്മൾ അതിൻ്റെ പ്രധാന വിഷയങ്ങൾ അധ്യായം വഴി നമ്മൾ സഞ്ചരിക്കും. ഒത്തിരി ക്ലാസ്സുകളിലേക്ക് നീണ്ടുപോകാതെ എന്നാൽ ആവശ്യമായ വിശകലനത്തോടെ ഈ വിഷയം പഠിച്ചു പോകാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ ദൈവവചനം പഠിച്ചു പോകുമ്പോൾ ആഴമായി അത് പഠിക്കും തോറും നമുക്ക് കൂടുതൽ പ്രകാശങ്ങൾ നമുക്ക് ലഭിക്കും. വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ, വീണ്ടും നമ്മൾ കേൾക്കുമ്പോൾ, വീണ്ടും പഠനവിധേയമാക്കുമ്പോൾ ദൈവവചനത്തിന്റെ പ്രത്യേകത അതിങ്ങനെ ഈ ആഴിയിൽ നിന്ന് ഈ മുത്തുകൾ ശേഖരിക്കുന്നത് പോലെയാണ്. ആദ്യം 1 കിട്ടും, പിന്നെ 2 കിട്ടും, പിന്നെ കിട്ടും തോറും നമുക്ക് സന്തോഷം വർദ്ധിക്കും. ഇതുപോലെ ദൈവവചനത്തിലെ ആഴമായ സത്യങ്ങളെ ഗ്രഹിച്ചു കഴിയുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിന് അത് വളരെ പോഷണമായി തീരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഞാൻ ഈ പോയിന്റ്സ് ഒന്ന് ഷെയർ ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾക്ക് നോട്ട്സ് എഴുതിയെടുക്കാൻ, സ്ക്രീൻഷോട്ട് എടുക്കാനൊക്കെ എളുപ്പമുണ്ട്. കാരണം പറഞ്ഞു പോകുമ്പോൾ പലതും മിസ്സായി പോകും. അതുകൊണ്ടൊരു സഹായം എന്നുള്ള നിലയിൽ അത് സ്ക്രീൻ ഷെയർ ചെയ്യാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പോയിന്റ് ആയിട്ട് ഓർത്തിരിക്കാനും അതുപോലെ നമുക്ക് പഠിക്കാനും അത് സഹായകമാവും. എല്ലാവർക്കും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം, അത് ഹെഡിങ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നു. അടുത്തതായിട്ട് ഗ്രന്ഥകാരൻ അപ്പോസ്തലനായ യോഹന്നാൻ എന്ന് ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമ്മൾക്കറിയാവുന്ന വിഷയം. എന്നാൽ അതിനുള്ള ന്യായങ്ങൾ, അത് നമ്മൾ പൊതുവെ അറിയാവുന്ന വിഷയങ്ങളാണ് എങ്കിൽ നമ്മൾ പഠനത്തോട് ചേർന്ന് ആ വിഷയങ്ങളൊന്ന് ചിന്തിച്ച് നമ്മൾ പോകും. ആന്തരികമായിരിക്കുന്ന തെളിവുകൾ. യോഹന്നാനാണ് യോഹന്നാന്റെ സുവിശേഷം എഴുതിയത് എന്ന് പറയുന്നത്. പഠനത്തോടുള്ള ബന്ധത്തിൽ തലക്കുറിയിൽ തന്നെ യോഹന്നാൻ എഴുതിയ സുവിശേഷം എന്ന് തന്നെയാണ് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ഹെഡിങ്. എന്നാൽ ഈ യോഹന്നാന്റെ സുവിശേഷം നമ്മൾ പഠിച്ചു വരുമ്പോൾ ആന്തരികമായിട്ട് എന്തുകൊണ്ടാണ് യോഹന്നാൻ ഇത് എഴുതി എന്ന് പറയുവാനായിട്ടുള്ള
പ്രധാന കാരണങ്ങളായിട്ട് നമ്മൾ കാണുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ വെളിപ്പെടുത്തുന്നത് യേശു സ്നേഹിച്ച പ്രിയ ശിഷ്യൻ, അല്ലെങ്കിൽ യേശു സ്നേഹിച്ച ശിഷ്യൻ എന്നുള്ള നിലയിലാണ്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 23-ാം വാക്യം. അവിടെ നമ്മൾ വളരെ ഹൃദ്യമായ ഒരു രംഗം കാണുന്നുണ്ട്. യേശു സ്നേഹിച്ച ശിഷ്യൻ കർത്താവിന്റെ മാറിലോട്ട് ചാരിയിരിക്കുമ്പോൾ പത്രോസ് ഒരു ചോദ്യം ചോദിക്കുവാനായിട്ട് യോഹന്നാനെ സമീപിക്കുന്ന ഒരു ചിത്രം. അവിടെ യേശു സ്നേഹിച്ച യോഹന്നാനാണ് എന്നവിടെ വ്യക്തമായിട്ട് പറയുന്നില്ല. എന്നാൽ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം, അത് മറ്റു വല്ല സുവിശേഷം, ഈ മറ്റ് 3 സുവിശേഷങ്ങളും പഠിക്കുമ്പോൾ യേശുവിനോട് ഏറ്റവും ചേർന്ന് നിന്ന 3 പേര് യാക്കോബും യോഹന്നാനും പത്രോസുമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മറുരൂപമലയിൽ കർത്താവിനോട് കൂടെ ആയിരിക്കുന്നതും, കർത്താവ് കഷ്ടം അനുഭവിക്കുന്ന സമയത്തും, കർത്താവ് ക്രൂശീകരിക്കപ്പെടുന്ന സമയത്ത് ചെല്ലുമ്പോൾ അവിടെ മറിയയെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നതും യോഹന്നാനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ യേശുവിന്റെ ഹൃദയത്തോട്, അല്ലെങ്കിൽ യേശുവിനോട് ഏറ്റവും അടുത്ത് ഇരുന്ന, ഹൃദ്യമായ ഒരു ബന്ധം പുലർത്തിയിരുന്ന ഒരു വ്യക്തിയാണ് ഈ ശിഷ്യൻ. നമ്മൾ 20-2 വരുമ്പോൾ അതിനെ യേശുവിന് പ്രിയനായ ശിഷ്യൻ എന്ന് നമ്മൾ വിളിക്കുന്നു. പ്രിയനായ ശിഷ്യൻ 21-ാം അധ്യായം 24-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 21-24. അവിടെ നമ്മൾ വായിക്കുന്ന, ഈ ശിഷ്യൻ ഇതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നവനും ഇത് എഴുതിയവനും ആകുന്നു. അവന്റെ സാക്ഷ്യം സത്യം എന്ന് ഞങ്ങൾ അറിയുന്നു. അവിടെ 2 പ്രയോഗങ്ങൾ എടുത്താണ്. ഒന്ന് ഈ ശിഷ്യനെ കുറിച്ചും പറയുന്നു, ഞങ്ങളെ കുറിച്ചും പറയുന്നു. ഈ ഞങ്ങൾ എന്ന് പറയുന്നത് ഈ 12 അപ്പസ്തോലന്മാരെ കുറിച്ച്, അല്ലെങ്കിൽ 12 ശിഷ്യന്മാരെ കുറിച്ചാണ്. അപ്പോൾ ഇവിടെ ഈ ശിഷ്യൻ പറയുന്ന സാക്ഷ്യം അത് വിശ്വാസ്യമാണ് എന്ന് ഈ ശിഷ്യൻ, അതായത് എഴുതിയ ശിഷ്യൻ തന്നെ പറയുകയാണ്. ഇത് ഈ സാക്ഷ്യം പറയുന്നവനും ഇത് എഴുതിയവനും ഒരു ശിഷ്യനാണ് എന്ന് പറഞ്ഞാൽ, ഈ കർത്താവ് ചെയ്ത പ്രവൃത്തി, അതായത് യോഹന്നാന്റെ സുവിശേഷത്തിൽ പ്രതിപാദിച്ച ഈ 20 അധ്യായങ്ങളിൽ 21 അധ്യായങ്ങളിൽ പ്രതിപാദിച്ചു വന്നിരിക്കുന്ന വിഷയങ്ങളുടെ ദൃക്സാക്ഷിയും അത് എഴുതിയ വ്യക്തിയും ഈ ശിഷ്യനാണ്. അത് ഞങ്ങൾക്ക് അറിയാം. ആ സാക്ഷ്യം അദ്ദേഹം എഴുതിയത് സത്യമാണെന്ന് ശിഷ്യനും അറിയാം, ശിഷ്യന്റെ കൂടെയുള്ള മറ്റു 11 പേർക്കും അറിയാം എന്നാണ് അതിന്റെ ആശയം. അപ്പോൾ വിശ്വസ്തനായിരിക്കുന്ന, ദൃക്സാക്ഷിയായിരിക്കുന്ന ഒരു ഗ്രന്ഥകാരനാൽ ഇത് രചിക്കപ്പെട്ടു എന്നുള്ളതാണ് ആന്തരികമായ തെളിവ്. ഈ യോഹന്നാനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ ഗലാത്യ ലേഖനം 2:9 വരുമ്പോൾ അവിടെ നമ്മൾ യെരുശലേം സഭയുടെ തൂണുകളിൽ 3 പേരുണ്ടായിരുന്നു. കേഫാവും പത്രോസും, യാക്കോബും പത്രോസും, യോഹന്നാനും. ഇത് 3 പേരാണ് തൂണുകളായിട്ട് അറിയപ്പെടുന്നത്. അല്ലെങ്കിൽ യെരുശലേം സഭയുടെ ആദ്യത്തെ മൂപ്പന്മാര് എന്ന് വേണം നമുക്ക് ഇന്നത്തെ ഭാഷയിൽ പറയാം. എന്നാൽ അപ്പോസ്തലന്മാരായതുകൊണ്ട് യെരുശലേം സഭയുടെ 3 പ്രധാന സ്ഥാനങ്ങൾ അലങ്കരിച്ച 3 വ്യക്തികളായിരുന്നു ഇവർ 3 പേര്. അല്ലെങ്കിൽ ആദിമ സഭ, പെന്തക്കോസ്ത് നാളിൽ സഭ ആരംഭിച്ചതിന് ശേഷം സഭ അപ്പോസ്തലന്മാരെല്ലാവരും ഉണ്ടെങ്കിലും സഭയുടെ ലീഡർഷിപ്പിൽ ഏറ്റവും മുമ്പിൽ നിന്ന 3 പേർ, തൂണുകൾ എന്നാണ് പൗലോസ് അപ്പോസ്തലൻ ഇവരെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അത്രമാത്രം സഭയോടുള്ള ബന്ധത്തിലും കർത്താവിനോടുള്ള ബന്ധത്തിലും ഹൃദ്യമായ, അല്ലെങ്കിൽ പറ്റിച്ചേർന്ന് നിന്ന് വിശ്വസ്തനായിട്ട് ശുശ്രൂഷ നിർവഹിച്ച അപ്പോസ്തലനാണ് യോഹന്നാൻ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ യേശു സ്നേഹിച്ച യേശുവിന്റെ ജീവിതത്തിന് ദൃക്സാക്ഷിയായി എന്ന് പറഞ്ഞാൽ, യേശു തന്നെ ശിഷ്യനായിട്ട് കർത്താവ് എപ്പോൾ വിളിച്ചോ അന്നു മുതൽ വിട്ടുപിരിയാതെ കർത്താവിനോടുകൂടെ ക്രൂശിൽ കർത്താവ് തൂങ്ങിക്കിടക്കുന്ന ആ നിമിഷം വരെയും കർത്താവിനോട് കൂടെ വിട്ടുപിരിയാതെ പിൻപറ്റി നിന്ന ഒരു ശിഷ്യനാണ്. പത്രോസും കൂടെ പോയി, യോഹന്നാനും കൂടെ ചേർന്ന് നിന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് കാണുമ്പോൾ ആ സന്ദർഭത്തിൽ നമ്മൾ വായിക്കുന്നത്, പത്രോസും യോഹന്നാനും ഓടി, പത്രോസിനെക്കാൾ മുമ്പിൽ യോഹന്നാൻ കല്ലറയ്ക്കൽ എത്തി എന്നാണ് അവിടെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ കർത്താവിനെ സംബന്ധിച്ച് അത്രമാത്രം എരിവുള്ള ഒരു വ്യക്തിയായിരുന്നു യോഹന്നാൻ എന്ന് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ കർത്താവിനെ കുറിച്ച് എരിവുള്ള യോഹന്നാൻ കർത്താവിനെ കുറിച്ച് എഴുതുമ്പോൾ അത്ര എരിവോടെ ആണ് എഴുതുന്നത്. നമ്മൾ സ്നേഹത്തിന്റെ അപ്പോസ്തലൻ എന്ന് യോഹന്നാനെ വിളിക്കുന്നു. എന്നാൽ ആ സ്നേഹത്തിന്റെ ആഴം മാനുഷിക ഭാഷയിൽ അവതരിപ്പിക്കാവുന്നതിന്റെ ഏറ്റവും വിശാലമായ ആശയത്തിൽ തന്നെ യോഹന്നാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ദൈവസ്നേഹത്തിന്റെ മാഹാത്മ്യത്തെ അറിയുവാനായിട്ട് യോഹന്നാന്റെ എഴുത്തുകൾ വായിക്കണം എന്ന് നമ്മൾ എടുത്തു പറയുവാനായിട്ടുള്ള കാരണം. അപ്പം നമ്മുടെ ജീവിതത്തിലും, നമ്മൾ ഭൗമിക ജീവിതത്തിൽ മുന്നോട്ട് ജീവിച്ചു പോകുമ്പോൾ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ നിരാശരും വിഷമിക്കുന്നവരൊക്കെ ആയിത്തീരും. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഈ യോഹന്നാന്റെ എഴുത്തുകൾ, സുവിശേഷവും അതുപോലുള്ള ലേഖനവും നമ്മൾ ശ്രദ്ധിച്ചൊന്ന് വായിച്ചു കഴിഞ്ഞാൽ ഈ ദൈവസ്നേഹത്തിന്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കി
ആശ്വാസം കണ്ടെത്തുവാൻ, ദൈവസ്നേഹത്തിൽ ശക്തിപ്പെടുവാനായിട്ട് ഇടയായിത്തീരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പോൾ ആന്തരികമായ തെളിവായിട്ട് നമ്മൾ കണ്ടത് 3 വിഷയം. ഒന്ന്, യേശു സ്നേഹിച്ച ശിഷ്യനാണ്, യേശുവിന് പ്രിയനായ ശിഷ്യനാണ്, സാക്ഷിയായ ശിഷ്യനാണ്. ഈ 3 കാര്യങ്ങൾ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അടുത്തതായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഗ്രന്ഥകാരൻ എന്നുള്ളതിന് ബാഹ്യമായ തെളിവുകൾ എന്തൊക്കെയാണ്? ഏതൊരു വിഷയത്തിനും ബൈബിളിനുള്ളിൽ നിന്നുള്ള സാക്ഷ്യമുണ്ട്, ബൈബിളിന് പുറത്തു നിന്നുള്ള സാക്ഷ്യം. സഭാപിതാക്കന്മാർ ഈ പുസ്തകം അല്ലെങ്കിൽ സുവിശേഷം എഴുതിയത് ആരാണ് എന്നത് സംബന്ധിച്ച് എന്തു പറയുന്നു എന്നുള്ളതാണ് പ്രധാന വിഷയം. ഐറേനിയസ് AD 130 മുതൽ 200 വരെ കാലയളവിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ് ഐറേനിയസ്. യേശുവിന്റെ അരുമ ശിഷ്യനായ യോഹന്നാൻ എഫെസോസിൽ വെച്ച് എഴുതി എന്നാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ക്ലെമന്റ് ഓഫ് അലക്സാൻഡ്രിയയും ഈ സുവിശേഷം എഴുതിയ യോഹന്നാനാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. അവർ അംഗീകരിച്ചിട്ടുണ്ട്, അവർ സാക്ഷിച്ചിട്ടുണ്ട്. ഇവരുടെ സാക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല എഴുത്താനായിരിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. പക്ഷെ ആ സാക്ഷ്യം ഈ എഴുത്തിന് അല്ലെങ്കിൽ ഗ്രന്ഥകർത്തൃത്വത്തിന് ഒരു മുതൽക്കൂട്ടായിട്ട്, ഒരു അഡീഷണൽ സപ്പോർട്ടായിട്ട് നിൽക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മൂന്നാമതായിട്ട് മൊറാറ്റോറിയൻ കാനോൻ എന്ന് പറയും. 180 മുതൽ 200 കാലയളവിലാണ് അത് രചിക്കപ്പെട്ടത്. പുതിയ നിയമ കാനോനിക ഗ്രന്ഥങ്ങളുടെ ആദിമകാല സമാഹാരം ലിസ്റ്റാണ്. കാനോനിക ഗ്രന്ഥങ്ങളുടെ ലിസ്റ്റിൽ അത് ലാറ്റിൻ മാനുസ്ക്രിപ്റ്റ് ആണ് ഈ പുസ്തകം. യോഹന്നാൻ എഴുതിയ സുവിശേഷം എന്ന് തന്നെ വ്യക്തമായിട്ട് കാനോനിലുണ്ട്. അതും യോഹന്നാൻ എഴുതി എന്നതിന്റെ തെളിവായിട്ട് നിൽക്കുന്നു. അതുപോലെ സഭാപിതാക്കന്മാരായിരിക്കുന്ന തെർത്തുല്യൻ, ഒറിഗൺ, ഹീരപ്പൂലിയിലെ പപ്പിയാസ് എന്നിവർ ഈ യോഹന്നാന്റെ ഗ്രന്ഥകർത്തൃ അല്ലെങ്കിൽ സുവിശേഷം യോഹന്നാൻ എഴുതി എന്നുള്ള വിഷയം അംഗീകരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ അറിവിന് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷനാണ്. ഇനി എവിടെ വെച്ചാണ് എഴുതിയ സ്ഥലവും തീയതിയും. ഏഷ്യ മൈനറിലെ എഫെസോസിൽ, ഇന്നത്തെ തുർക്കി എന്ന് പറയുന്ന രാജ്യത്ത് അല്ലെങ്കിൽ ആ സ്ഥലത്ത് വെച്ചാണ് യോഹന്നാൻ ഇത് എഴുതിയെന്ന് കണക്കാക്കപ്പെടുന്നു. AD 80-90 കാലയളവിൽ എഴുതിയെന്ന് മനസ്സിലാക്കും. 80-നും 100-നും ഇടയ്ക്കുള്ള കാലയളവ് ആളുകൾ പറയുന്നുണ്ട്. നമ്മളൊരു അപ്രോക്സിമേറ്റ് ഇൻ ബിറ്റ്വീൻ 80-90 കാലയളവിൽ എഴുതി എന്ന് നമുക്കറിയാം. AD 70-ന് ശേഷമാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് എന്നതിന് ഏകദേശം നമുക്ക് തന്നെ 70s എഴുതി തീർത്തു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഒരു 80, 90, 70-യുടെ എൻ്റെ 90 ആ ഒരു കാലയളവിൽ എഴുതി തീർത്തു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോസ്തലന്മാർ രക്തസാക്ഷിത്വം വഹിക്കാത്ത വ്യക്തിയാണ് യോഹന്നാൻ എന്ന് നമ്മൾ കണക്കാക്കപ്പെടുന്നു അല്ലെങ്കിൽ വിശ്വസിക്കപ്പെടുന്നു. യോഹന്നാന്റെ ഗ്രന്ഥത്തെക്കുറിച്ച് നമ്മൾ ഓൾറെഡി കണ്ടതാണ്, നമുക്കറിയാവുന്ന വിഷയമാണ്. വെളിപ്പാട് പുസ്തകം പത്മോസ് ദ്വീപിൽ വെച്ചാണ് എഴുതിയത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ വിഷയവും നമുക്കറിയാവുന്ന വിഷയമാണ്. ഇനി എന്താണ് പ്രധാന തീം? യേശു ക്രിസ്തു ദൈവമാണ് അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ദൈവത്വം എന്നുള്ളതാണ് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ തീം. 1 അധ്യായം 1 വാക്യം മുതൽ 21 അധ്യായം വരെ നീണ്ടു നിൽക്കുന്ന ഒരു കേന്ദ്ര വിഷയം എന്ന് പറയുന്നത് യേശു ക്രിസ്തു നിത്യനായ ദൈവമാണ് എന്നുള്ള സന്ദേശം. അപ്പൊ യോഹന്നാൻ ആ വിഷയം എഴുതി വരുമ്പോൾ തുടക്കം മുതൽ നമുക്കറിയാം, മത്തായി, മർക്കോസ് ഒക്കെ എഴുതുമ്പോൾ വംശാവലി ആണ് എഴുതി തുടങ്ങുന്നത്. അതിനുശേഷം 2 അധ്യായം 3 അധ്യായം ഒക്കെ വരുമ്പോഴാണ് യേശുക്രിസ്തു ജനനത്തിലേക്ക് വരുന്നു. പിന്നീട് ആണ് യേശുക്രിസ്തുവിന്റെ പരസ്യ പ്രവർത്തനം ഇങ്ങനെ വരിക. എന്നാൽ യോഹന്നാൻ എഴുതി വരുമ്പോൾ ആദിയിൽ വചനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ നിത്യപൂർവാസ്തിക്യത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് യോഹന്നാൻ എഴുത്ത് ആരംഭിക്കുന്നത്. അപ്പോൾ യോഹന്നാൻ എഴുതുന്നതിന്റെ ഒരു പ്രത്യേക ഉദ്ദേശം ദൈവമായിരിക്കുന്ന യേശു ക്രിസ്തു മനുഷ്യന്റെ വീണ്ടെടുപ്പുകാരനാണ്, വിശ്വാസത്താൽ അത് പ്രാപിക്കുവാനായിട്ട് കഴിയും എന്നുള്ള ഒരു കേന്ദ്ര സന്ദേശത്തെ മുൻനിർത്തിക്കൊണ്ടാണ് യോഹന്നാൻ എഴുതുന്നത്. അപ്പോൾ നമ്മളുടെ തീമായിട്ട് കാണുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ദൈവത്വം, ക്രിസ്റ്റോളജി എന്ന് നമുക്ക് പറയാം, ക്രിസ്തു ശാസ്ത്രം എന്ന് പറയാം. അപ്പം യോഹന്നാൻ യേശു ക്രിസ്തു ദൈവമാണ് എന്നുള്ള കാര്യം ഏറ്റവും ലളിതമായ ഭാഷയിൽ നമുക്ക് മനസ്സിലാകത്തക്ക നിലയിൽ പ്രതിപാദിച്ചു വരുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതായത് യേശുക്രിസ്തു ദൈവമാണ് അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ദൈവത്വം വെളിപ്പെടുത്തുന്ന വിഷയങ്ങളാണ് ഇതിലുള്ള ഓരോ അധ്യായങ്ങളും പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വിഷയത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു വരുവാനായിട്ട് യോഹന്നാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുമുണ്ട്. അത് നമുക്ക് പുസ്തകം പഠനത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇനി ഇത് എഴുതിയതിന്റെ ഉദ്ദേശം എന്താണ്? യോഹന്നാൻ ഈ പുസ്തകം എഴുതിയതിന്റെ ഉദ്ദേശം എന്താണെന്ന് യോഹന്നാൻ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 30-31 വാക്യങ്ങൾ. അതിൽ 31-ാം വാക്യത്തിലാണ് വ്യക്തമായിട്ട് ആ വിഷയം പറയുന്നത്. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങൾ യേശു തന്റെ ശിഷ്യന്മാർ ചെയ്തു. അങ്ങനെ പറയാനുള്ള കാരണം എന്താ? ഈ ആദ്യത്തെ 3 സുവിശേഷങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും യോഹന്നാൻ എഴുതിയിട്ടില്ല.
അത് അവിടെയുണ്ട്, ഇവിടെയില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷനാണ് എന്താണ് യോഹന്നാൻ അത് എഴുതാത്തതെന്ന്. അപ്പോൾ യോഹന്നാൻ അത് വ്യക്തമായിട്ട് ഒറ്റ സെന്റൻസിൽ പറയുകയാണ്, ഈ പുസ്തകത്തിൽ, അതായത് ഞാൻ എഴുതുന്ന ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാത്ത മറ്റനേകം അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. എന്നാൽ ഞാൻ ഇതിൽ നിന്ന് എടുത്തിരിക്കുന്ന അടയാളങ്ങൾ എന്തുകൊണ്ട് എഴുതിയിരിക്കുന്നു എന്നതിന് ചോദിച്ചാൽ, യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകേണ്ടതിനും തന്നെ. അപ്പോൾ ഈ സുവിശേഷത്തിന്റെ ഉദ്ദേശം, നമുക്കറിയാം ഏത് പുസ്തകം രചിക്കുന്നതിന് പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. ഒരു പ്രസംഗം നടത്തുന്നതിന്റെ പിന്നിൽ ഉദ്ദേശമുണ്ട്. ഒരു ക്ലാസ് എടുക്കുന്നതിന്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. അപ്പൊ ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് വിജയകരമായിരിക്കുന്ന ഒരു ജീവിതത്തിന്റെ, അല്ലെങ്കിൽ ഏത് ദൗത്യം വിജയിക്കാനും ലക്ഷ്യം എന്താണെന്ന് ആദ്യം തന്നെ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ യോഹന്നാൻ ഇത് എഴുതി വന്നിട്ട് ഏറ്റവും അവസാനമാണ് വന്ന് പറയുന്നത്, ഞാൻ ഈ എഴുതിയിരിക്കുന്നതിന്റെ ഉദ്ദേശം രണ്ട് കാര്യങ്ങൾ. ഒന്ന്, യേശു ക്രിസ്തു ദൈവപുത്രനാണ്, അല്ലെങ്കിൽ യേശു ദൈവപുത്രനായ ക്രിസ്തു. അത് ആ ഓർഡറിൽ എഴുതുവാനായിട്ടുള്ള കാരണം, യഹൂദന്മാരായിരിക്കുന്ന വിശ്വാസികൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ദൈവപുത്രനായ വാഗ്ദത്ത മശീഹയായിരിക്കുന്ന ക്രിസ്തു യേശുവാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിന്. ഈ യേശു താൻ ദൈവപുത്രനാണ് എന്ന് പറഞ്ഞതാണ് യഹൂദന്മാർ കർത്താവിനെ ക്രൂശിക്കുവാനായിട്ടുള്ള ഒരു കാരണം. അവൻ ദൈവത്തോട് സമനാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ കോപം പൂണ്ട് യേശുവിനെ ക്രൂശിക്കുവാനായിട്ട് ആക്രോശിക്കുന്നത്. എന്നാൽ നമ്മൾ ഇന്ന് ഈ പുസ്തകം വായിക്കുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ, യോഹന്നാൻ നമ്മളോട് ആഹ്വാനം ചെയ്യപ്പെടുന്ന വിഷയം, യേശു ദൈവപുത്രനായ ക്രിസ്തുവാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനാണ് ഞാൻ എഴുതിയത്. അപ്പോൾ യേശു ദൈവപുത്രനായ ക്രിസ്തുവാണ് എന്ന് വ്യക്തമാക്കുവാൻ മതിയായ അടയാളങ്ങളാണ് താൻ, അല്ലെങ്കിൽ അതിന് മതിയായ ന്യായങ്ങളാണ് താൻ ഇതിനു മുമ്പുള്ള 20 അധ്യായങ്ങളിൽ നിരത്തിയിരിക്കുന്നത്. അത് മറ്റ് പുസ്തകങ്ങൾ, അതായത് മറ്റടയാളങ്ങൾ അതിനകത്ത് ഉൾപ്പെടുന്നില്ല. കർത്താവ് ചെയ്തിട്ടുള്ള എല്ലാ അടയാളങ്ങളും യോഹന്നാൻ അറിയാം അതെന്തൊക്കെയാണ്, പക്ഷെ യോഹന്നാൻ അത് എഴുതുന്നില്ല. അതിന് കാരണം, യോഹന്നാന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് യേശു ക്രിസ്തു ദൈവപുത്രനായി ക്രിസ്തുവാണ് എന്നുള്ള വിഷയം ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. അത് നിങ്ങൾ വിശ്വസിക്കണം. പിന്നെന്ത് ചെയ്യണം? വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകണം. അപ്പോൾ അവരെ യേശു ദൈവപുത്രനായ ക്രിസ്തു ആണെന്ന് വിശ്വസിക്കുകയും ആ വിശ്വാസത്താൽ വിശ്വസിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഇത് വായിക്കുന്നവർക്ക് നിത്യജീവൻ ഉണ്ടാകുന്നതിന്റെ ബോധ്യം, നിത്യജീവൻ പ്രാപിച്ചു, ആ പ്രാപിക്കുന്നതിന്റെ എല്ലാ തലങ്ങളെയും യോഹന്നാൻ കൈകാര്യം ചെയ്യും. അതാണ് അതിന്റെ മഹത്വം എന്ന് പറയുന്നത്. കേവലം വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുക എന്നുള്ള ആശയത്തിലല്ല യോഹന്നാൻ നിൽക്കുന്നത്. യോഹന്നാന്റെ എഴുത്തെന്ന് പറഞ്ഞാൽ, യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് തെളിയിച്ചതിന് ശേഷം വിശ്വസിക്കുന്നവർ നിത്യജീവൻ പ്രാപിക്കുന്നു എന്നുള്ള വിഷയം പറഞ്ഞു. എന്നാൽ ആ നിത്യജീവന്റെ അനുഭവത്തിൽ വിശ്വാസി എങ്ങനെ ജീവിക്കണം, അതിനകത്തുള്ള പ്രിവിലേജസ്, അതിനകത്തുള്ള ഉത്തരവാദിത്വങ്ങൾ, ഭാഗ്യങ്ങൾ, അതിനകത്തുള്ള മഹത്വം, നമുക്കുള്ള പ്രിവിലേജസും അതുപോലെ തന്നെ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ്, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, അതെന്തൊക്കെയാണെന്ന് വ്യക്തമായിട്ട് എഴുതുവാനായിട്ട് യോഹന്നാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. അപ്പോൾ ഇത് വളരെ വ്യക്തമായിട്ട് യോഹന്നാൻ പറയുകയാണ്, ഞാൻ എഴുതിയതിന്റെ ഉദ്ദേശം ഇതാണ്, യേശു ദൈവപുത്രനാണെന്നും നിങ്ങൾ വിശ്വസിക്കണം. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന നിത്യജീവന്റെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ഒരു ഫോക്കസിലാണ് യോഹന്നാൻ ഈ സുവിശേഷം എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ യേശുക്രിസ്തുവിന്റെ ദൈവത്വം പഠിക്കുന്നതിനും നമ്മുടെ വിശ്വാസത്താൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന നിത്യജീവന്റെ മഹത്വം പഠിക്കുന്നതിനും നമ്മുടെ ഉള്ളിൽ ഒരു താല്പര്യമുണ്ടായാൽ, ഒരാഗ്രഹമുണ്ടായാൽ, വേറെ എങ്ങോട്ടും പോകണ്ട, നേരെ യോഹന്നാന്റെ സുവിശേഷം എടുത്ത് ശ്രദ്ധിച്ചു പഠിച്ചാൽ മതി. അതിനകത്ത് വളരെ ഒരു ചിത്രം ഭിത്തിയിൽ വരയ്ക്കുന്നത് പോലെ ഭംഗിയായിട്ട്, ക്രമത്തിൽ, ഈ യോഹന്നാന്റെ എഴുത്തില് പ്രോഗ്രസീവായിട്ടാണ്, പടിപടിയായിട്ട്, ക്രമാനുഗതമായിട്ടാണ് യോഹന്നാൻ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച്, ദൈവമായിരിക്കുന്ന യേശുക്രിസ്തുവിൽ ദൈവം വെളിപ്പെടുത്തിയ സ്നേഹത്തെ കാണിച്ചതിന് ശേഷം വീണ്ടും ജനിക്കപ്പെട്ടവർക്ക് അല്ലെങ്കിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന നിത്യജീവനും അതിൻ്റെ അനുബന്ധ കാര്യങ്ങളും വ്യക്തമാക്കുന്നത്. അതിൽ ഏറ്റവും മഹത്വകരമായ വിഷയം എന്ന് പറഞ്ഞാൽ, യോഹന്നാൻ ഫോക്കസ് ചെയ്യുന്ന വിഷയം, വിശ്വസിക്കുന്ന വ്യക്തിക്ക് വിശ്വസിക്കുന്ന മാത്രയിൽ തന്നെ നിത്യജീവൻ ലഭിക്കണം. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന ഒരു വിഷയമാണ് എന്നതാണ് നമ്മുടെ ആഗ്രഹം, നിത്യമായ ജീവൻ. കാരണം നമുക്കിവിടെ മരണമുണ്ടല്ലോ. അതുകൊണ്ട് നിത്യജീവൻ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വരവിന് ശേഷം സംഭവിക്കുന്ന ഒരു വിഷയമായിട്ടാണ് നമ്മുടെ മനസ്സിലെ ചിന്ത. എന്നാൽ യോഹന്നാൻ തുടക്കം മുതൽ, അതായത് 1-ാം അധ്യായത്തിൽ തന്നെ തുടങ്ങി 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അത് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഈ ഭൂമിയിൽ
നാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിത്യജീവൻ പ്രാപിച്ചവരായിട്ട് നിത്യജീവന്റെ അനുഭവത്തിൽ ജീവിക്കുവാൻ ഇടയാകുന്നു എന്നുള്ള നിലയിൽ ആ ഒരു വിഷയത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ടാണ് യോഹന്നാൻ എഴുതുന്നത്. അപ്പോൾ ഇവിടെ നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് എന്ന് യോഹന്നാൻ പറയുമ്പോൾ നിത്യജീവന്റെ അനുഭവത്തിൽ വിശ്വാസികൾ ഈ ഭൂമിയിൽ എങ്ങനെയായിരിക്കണം എന്നതാണ് യോഹന്നാൻ ഫോക്കസ് ചെയ്യുന്ന വിഷയം. എത്ര ഹൃദ്യമായിട്ടാണ് യോഹന്നാൻ ആ വിഷയങ്ങൾ പറയുന്നത്. ഈ സെന്റൻസ് നമ്മൾ വായിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹൃദയം സന്തോഷം കൊണ്ടുവന്നിട്ടുണ്ട്. എത്ര ഹൃദ്യമായിട്ട്. അതാണ് യോഹന്നാന്റെ എഴുത്തുകളുടെ പ്രത്യേകത. നമ്മുടെ ഹൃദയത്തെ ആഴമായി സ്പർശിക്കുന്ന വാക്കുകളാണ്. ഏറ്റവും ലളിതമായ നിലയിൽ അത് ഏത് ഭാഷയിൽ വായിച്ചാലും ഈ വാക്കുകളിൽ പറയുന്ന വിഷയം യേശു ക്രിസ്തു ദൈവപുത്രനായ ക്രിസ്തുവാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ളതാണ് എൻ്റെ എഴുത്തിന്റെ ഉദ്ദേശം. അപ്പോൾ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ ആദിയിൽ വചനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് യേശു കർത്താവിനെ കുറിച്ച്, യേശു കർത്താവിന്റെ പൂർവാസ്തിത്വത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം യേശു കർത്താവിനെ സ്രഷ്ടാവായും രക്ഷിതാവായും വീണ്ടെടുപ്പുകാരനായും വഴി നടത്തുന്നവനായും കാണിച്ചു കൊണ്ടുവന്ന് ആ ലേഖനത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരിക. അവസാന ഭാഗത്ത് വരുമ്പോഴത്തേനും യേശു കർത്താവ് നമ്മളെ വിശ്വസിക്കുന്നവർക്ക് ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്ന മനോഹരമായിരിക്കുന്ന ചിത്രവും അവിടെ കാണിക്കുന്നു. അപ്പോൾ ഇതാണ് ഈ പുസ്തകത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ എന്തിനാണ് ആ പുസ്തകം എഴുതിയത് എന്നുള്ള ഉദ്ദേശം കുറിക്കൊണ്ടു വേണം, അല്ലെങ്കിൽ അത് ഉൾക്കൊണ്ട് വേണം നമ്മളെ പുസ്തക പഠനത്തിലേക്ക് ഇറങ്ങിത്തീരുക. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ ഹൃദയത്തെ ഭരിക്കണം. ഒന്ന്, യേശു ക്രിസ്തു ദൈവമാണ്, ദൈവമായിരിക്കുന്ന ക്രിസ്തുവാണ്, ദൈവപുത്രനായ ക്രിസ്തുവാണ് എന്നത് നമുക്ക് ബോധ്യപ്പെടുത്തുവാനും, രണ്ട്, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന നിത്യജീവനെ കുറിച്ചുള്ള ബോധ്യത്തിലും നിത്യജീവന്റെ അനുഭവത്തിലും നാം ജീവിക്കേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. എത്ര ലളിതമായിട്ടാണ് ആ വിഷയം യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത് എന്നത് നമുക്ക് ചിന്തിക്കുവാൻ, നമ്മുടെ മനസ്സിനെ ബലപ്പെടുത്തുവാൻ മതിയായ ഒരു വിഷയമാണ്. ഇനി യോഹന്നാന്റെ എഴുത്തിന്റെ അല്ലെങ്കിൽ സുവിശേഷത്തിന്റെ നിസ്തുല്യത എന്താണ്? അവിടെ ഒരു പ്രയോഗം നമ്മൾ സമാന്തര സുവിശേഷങ്ങളിൽ, സിനോപ്റ്റിക് ഗോസ്പൽസ്, പൊതുവെ ദൈവശാസ്ത്ര പുസ്തകങ്ങളിലൊക്കെ കാണുന്ന ഒരു പ്രയോഗമാണിത്. സിനോപ്റ്റിക് ഗോസ്പൽസ്, സമാന്തര സുവിശേഷങ്ങൾ മത്തായി, മർക്കോസ്, ലൂക്കോസിൽ നിന്ന് ഉള്ളടക്കത്തിലും ശൈലിയിലും പ്രതിപാദ്യ വിഷയങ്ങളിലും നിസ്തുല്യമായി വ്യത്യസ്തമായി നിലകൊള്ളുന്ന ഒരു പുസ്തകമാണ് യോഹന്നാന്റെ സുവിശേഷം. അവരുമായിട്ട് യാതൊരു ബന്ധവും ഇരുന്നല്ല ഒരു ആശയം. അതിന്റെ പ്രതിപാദന ശൈലി, കണ്ടന്റ്, ഭാഷാശൈലി അല്ലെങ്കിൽ അതിന്റെ എഴുത്തിന്റെ രീതി, ഇതിലൊക്കെ വ്യത്യാസമായിട്ടുണ്ട്. ദൈവസ്നേഹവും മനുഷ്യർക്ക് വിശ്വാസത്താൽ സാധ്യമാകുന്ന നിത്യജീവനും ഊന്നൽ നൽകുന്നു. അതാണ് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ പ്രത്യേകത. മറ്റ് സുവിശേഷങ്ങൾക്ക് രക്ഷയിലേക്ക് നയിക്കുന്നില്ലെന്നല്ല അതിന്റെ ആശയം. അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ്. അവിടെയുള്ള ഒരു ക്രമമല്ല ഇവിടെയുള്ളത്. അവിടെ കർത്താവിന്റെ ഉപമകളെ കുറിച്ചും അത്ഭുതങ്ങളെ കുറിച്ചൊക്കെ മറ്റ് 3 അതായത് മത്തായി, മർക്കോസ്, ലൂക്കോസ് സുവിശേഷങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷങ്ങളിലേക്ക് വരുമ്പോൾ അത് പരിമിതപ്പെടുത്തി വ്യത്യസ്തമായ ചില കാര്യങ്ങളാണ് പ്രത്യേകമായിട്ട് എടുത്തു കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അത് നിസ്തുല്യമായിട്ട് കാണിക്കുന്നത്. ഈ സമാന്തര സുവിശേഷം, സിനോപ്റ്റിക് ഗോസ്പൽ, അത് എന്താണ് എന്നതാണ് നമുക്കിപ്പോൾ ഒരു വിഷയം. എന്തുകൊണ്ടാണ് അതിനെ സമാന്തരം എന്ന് പറഞ്ഞാൽ പാരലൽ എന്ന് വേണം നമുക്ക് പറയാം, സമാനതയുള്ള സുവിശേഷങ്ങൾ. അതുകൊണ്ടാണ് സമാന്തര സുവിശേഷങ്ങൾ എന്നതിനെ വിളിക്കുന്നത്. അതെന്താണെന്ന് നമുക്ക് അടുത്ത ഒരു പോയിന്റായിട്ട് നമുക്ക് കാണാം. ഇവിടെ സമാന്തര സുവിശേഷങ്ങളിൽ വളരെ പ്രാധാന്യത്തോടെ വെളിപ്പെടുത്തുന്ന 1-2 കാര്യങ്ങളുണ്ട്. യേശു ക്രിസ്തുവിന്റെ കന്യകാജനനം, മത്തായി സുവിശേഷമായാലും മർക്കോസിന്റെ സുവിശേഷമായാലും ലൂക്കോസിന്റെ സുവിശേഷമായാലും യേശു ക്രിസ്തുവിന്റെ ജനനം, സ്നാനം, സ്നാപക യോഹന്നാനോടുള്ള സംവാദം അല്ലെങ്കിൽ ഇടപെടല്, ഉപമകള്, കർത്തൃമേശ സംബന്ധിച്ച പ്രമാണം എന്നിവ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൃത്യമായിട്ട് നൽകുന്നുണ്ട്. എന്നാൽ യോഹന്നാൻ ആ വിഷയങ്ങളിൽ അധികം ഡീറ്റെയിൽസ് നൽകുന്നില്ല. പ്രത്യേകിച്ച് യേശുവിന്റെ ജനനത്തെക്കുറിച്ചോ സ്നാനത്തെക്കുറിച്ചോ ഒന്നും യോഹന്നാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. അതിന് കാരണം അത് തന്നെയാണ്. മറ്റുള്ളവരെ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ തന്റെ മനുഷ്യാവതാരത്തിനും തന്റെ ദാസവേഷം എടുത്തു വന്നു എന്നുള്ള വിഷയത്തിനൊക്കെ ഊന്നൽ കൊടുക്കുന്നു. യേശു ക്രിസ്തുവിനെ ദൈവമായി ഉയർത്തി കാണിക്കുവാനായിട്ടാണ് യോഹന്നാൻ ശ്രദ്ധിച്ചിരിക്കുന്നത്. അതാണ് അതിനുള്ള വിഷയം. ഇനി സമാന്തര സുവിശേഷം എന്നുള്ള വിഷയം വരുവാൻ, അല്ലെങ്കിൽ ആ പേര് വരുവാനായിട്ടുള്ള കാരണമുണ്ട്. നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് ദൈവാലോചന പിന്നീട് പഠിക്കും. എന്നാൽ ജസ്റ്റ് ഒരു എന്താണ് സമാന്തര സുവിശേഷങ്ങൾ എന്ന് മാത്രം പറഞ്ഞ് നമ്മൾ ഈ വിഷയത്തിലേക്ക് മുന്നോട്ട് പോകും. സിനോപ്റ്റിക്കോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് സിനോപ്റ്റിക് ഗോസ്പൽസ് എന്ന പ്രയോഗം വന്നത്. ഒരുപോലെ കാണപ്പെടുക, ഒരുമിച്ച് കാണുക എന്നൊക്കെയാണ് അതിന്റെ ആശയം. അതിന് ഇംഗ്ലീഷ് അർത്ഥത്തോട് കൊടുത്തിട്ടുണ്ട്. മലയാളത്തിൽ ഒരുമിച്ച് കാണുക, ഒരുമിച്ച് കാണപ്പെടുന്നു എന്ന ആശയത്തിലും എഴുതാം, അർത്ഥം മനസ്സിലാക്കാവുന്നതാണ്.
ആദ്യത്തെ 3 സുവിശേഷങ്ങൾ ഒരേ സംഭവങ്ങൾ ഒരേ ക്രമത്തിൽ ഒരേ വാക്കുകളിൽ കൂടി അവതരിപ്പിക്കുന്നു. ഈ സമാന്തര സുവിശേഷം എന്ന് പറയുവാനായിട്ടുള്ള സനീഷ്, സോറി, ഞാൻ മ്യൂട്ട് ഓൾ ചെയ്തപ്പം എല്ലാം മ്യൂട്ടായി പോയി. സനീഷ്, ഓക്കെ, ഞാൻ ഇടയ്ക്ക് സൗണ്ട് വന്നത് മ്യൂട്ട് ഓൾ ചെയ്തു, ബട്ട് അത് അഡ്മിൻ്റെത് മ്യൂട്ടായി പോയി. സനീഷ്, ഓക്കെ. സമാന്തര സുവിശേഷം എന്നുള്ള വാക്ക് സിനോപ്റ്റിക്കോസ് എന്ന വാക്കിൽ നിന്ന് വന്നു. അതിന്റെ കാരണം എന്തുകൊണ്ട് പറയുന്നത് വെച്ചാൽ അതിന്റെ ഏറ്റവും അവസാന ഭാഗമാണ്, നീല കളറിന് ശേഷമുള്ള ടെക്സ്റ്റാണ് പറയുന്നത്. ആദ്യത്തെ 3 സുവിശേഷങ്ങളിൽ ഒരേ സംഭവങ്ങൾ ഒരേ ക്രമത്തിൽ ഏകദേശം ഒരേ വാക്കുകളിൽ ഒരേ വേർഡിങ്സ് ഉപയോഗിച്ച് അവതരിപ്പിക്കുന്നു. അതുകൊണ്ടാണ് അവയെ സമാന്തര സുവിശേഷങ്ങൾ എന്ന് പറയുന്നത്. സിനോപ്റ്റിക് പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഓരോ പ്രോബ്ലം കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഒരു പ്രോബ്ലത്തിന്റെ ആവശ്യമൊന്നുമില്ല. സമാന്തരമായി, അതായത് ദൈവത്തിന്റെ ആത്മാവ് ആ വിഷയങ്ങളെ അവിടെ രേഖപ്പെടുത്തുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു ഉദ്ദേശം ദൈവത്തിനുണ്ട്, എഴുത്തുകാർക്കുമുണ്ട്. ആ ഉദ്ദേശത്തിൽ ആ വിഷയങ്ങൾ എഴുതി വരുമ്പോൾ അവിടെ സമാനതകൾ ഉണ്ടാകുന്നതുകൊണ്ട് വേറെ പ്രശ്നമൊന്നും അവിടെയില്ല. ആ വിഷയങ്ങൾ കുറച്ചുകൂടെ ഉറപ്പിക്കപ്പെടുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഈ 3 സുവിശേഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായ അത്ഭുതങ്ങൾ, അതിന് അത്ഭുതങ്ങൾ എന്ന വാക്കുപോലും യോഹന്നാൻ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ആ വ്യത്യാസം. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തെ നമ്മൾ നിസ്തുല്യം ആയി കാണുന്നത്. അത്ഭുതങ്ങൾ എന്ന ഈ ആദ്യത്തെ 3 സുവിശേഷങ്ങളിൽ അത്ഭുതങ്ങൾ എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ യോഹന്നാൻ ആ വിഷയങ്ങൾക്ക് അടയാളങ്ങൾ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ഈ അടയാളങ്ങൾ എന്ന വാക്ക് ഉപയോഗിക്കാനായിട്ടുള്ള കാരണം യേശു ക്രിസ്തു ദൈവമാണ് എന്നതിന്റെ അടയാളങ്ങൾ. ആദ്യത്തെ 3 സുവിശേഷങ്ങൾ നമ്മൾ കാണുന്ന യേശു ചെയ്ത അത്ഭുതങ്ങൾ, യേശു പറഞ്ഞ അത്ഭുത വാക്കുകൾ, ഇങ്ങനെയൊക്കെയാണ് കാണുക. എന്നാൽ യോഹന്നാൻ ചെയ്യുന്നത് യേശു ദൈവപുത്രനാണ് എന്നതിന്റെ അടയാളങ്ങളായിട്ടാണ് താൻ ആ കാര്യങ്ങളെ വെളിപ്പെടുത്തുന്നത്. അതാണ് വ്യത്യാസം. ഇത് ജസ്റ്റ് നമ്മുടെ ഇൻഫർമേഷന് വേണ്ടി പറഞ്ഞതാണ്. എന്താണ് സിനോപ്റ്റിക് ഗോസ്പെൽസ് അല്ലെങ്കിൽ സിനോപ്റ്റിക് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്, അതുകൊണ്ട് ആശയം എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. ഇനി നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ പ്രത്യേകതകളിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ കാണുന്ന ചില പൊതുവായ ആശയങ്ങൾ, നമ്മളിതതിൻ്റെ മുഖവുര മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. അടുത്ത ദിവസങ്ങൾ നമ്മൾ അധ്യായം മുതൽ പഠനം നമ്മുടെ വിഷയങ്ങളിലേക്ക് കടന്നു പോകും. എന്നാൽ പുസ്തകത്തെ നമ്മൾ ജനറലി ഒന്ന് നോക്കുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് നമ്മൾ ഒരു ഒറ്റ നോട്ടം നോക്കുമ്പോൾ എന്തൊക്കെയാണ് കാണുന്നത്, എന്തൊക്കെ പ്രത്യേകതകൾ കാണുന്നത്, അതിനകത്ത് കർത്താവിൻ്റെ അവകാശവാദങ്ങളെന്നോ പ്രഖ്യാപനങ്ങളെന്നോ എന്നൊക്കെ നമുക്ക് വ്യാഖ്യാനിക്കാം. ഞാനാകുന്നു എന്നുള്ള യേശു കർത്താവിൻ്റെ പ്രഖ്യാപനം, അതിൽ 7 കാര്യങ്ങളുണ്ട്. നമുക്കറിയാവുന്ന വിഷയങ്ങളാണ്. ആ ജസ്റ്റ് വിഷയങ്ങൾ മാത്രം, അതിൻ്റെ റെഫറൻസ് മാത്രം നമ്മൾ എഴുതി പോകുന്നു. ഞാൻ ജീവന്റെ അപ്പമാകുന്നു, ലോകത്തിന്റെ വെളിച്ചമാകുന്നു, ആടുകളുടെ വാതിലാകുന്നു, നല്ല ഇടയനാകുന്നു, പുനരുത്ഥാനവും ജീവനുമാകുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു. ഇവിടെ ഈ വിഷയങ്ങളുടെ വിശകലന പഠനത്തിലേക്ക് നമ്മൾ പിന്നാലെ വരും. അതുകൊണ്ട് ഇന്ന് ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഈ ഓരോ കാര്യങ്ങളിലും കർത്താവ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ദൈവം നമ്മൾ പിന്നാലെ നോക്കി പോകുന്നതാണ്. നമ്മൾ അടുത്ത വിഷയത്തിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തു ചെയ്തിരിക്കുന്ന അടയാളങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ്. അവിടെ നമ്മൾ 7 കാര്യങ്ങൾ ആ വിഷയത്തിൽ തന്നെ കാണുന്നുണ്ട്. ഇവിടെ ഈ അടയാളങ്ങളെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലായി. 7 അടയാളങ്ങൾ, നമ്മൾ 7 ക്ലെയിംസ് നമ്മൾ കണ്ടു. ഞാനാകുന്നു എന്നതിൻ്റെ 7 ക്ലെയിംസ് കർത്താവ് കണ്ടു. അതുപോലെ തന്നെ അടയാളങ്ങൾ 7 അടയാളങ്ങളാണ് യോഹന്നാൻ രേഖപ്പെടുത്തുന്നത്. അതിനകത്ത് യേശുവിൻ്റെ മഹത്വവും ദൈവത്വവും ഇത് രണ്ടും വെളിപ്പെടുത്തും. ദൈവം എന്നുള്ള നിലയിൽ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം, ഇത് ഈ ഓരോ അത്ഭുത പ്രവൃത്തികളിൽ ഇതിൽ ശരിക്ക് അടയാളങ്ങളുടെ ആരംഭമായി കാനാവിൽ വെച്ച് വെള്ളം വീഞ്ഞാക്കി എന്നാണ് യോഹന്നാൻ എഴുതുന്നത്. യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വം ആരംഭമായിട്ട് ആദ്യമായി വെളിപ്പെടുത്തിയ രംഗമാണ് പച്ചവെള്ളം വീഞ്ഞാക്കുക എന്നുള്ളത്. അതിനൊക്കെ വളരെ വിശാലമായ ആശയമുണ്ട്, അതിലേക്ക് ഇപ്പം നമ്മൾ കടന്നു പോകുന്നില്ല. ജസ്റ്റ് നമ്മൾ ഈ വിഷയം മാത്രം ചിന്തിച്ച് കടന്നു പോകുന്നു. ഈ 7 അടയാളങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചൊന്ന് പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വം പ്രോഗ്രസീവായിട്ട് വെളിപ്പെടുത്തി കൊണ്ടുവന്ന് അവസാനം മരണത്തിന്മേൽ അധികാരമുള്ള ദൈവമായിട്ട് യേശു ക്രിസ്തുവിനെ യോഹന്നാൻ വ്യക്തമായി കാണിക്കുകയാണ്. ലാസനെ ഉയർപ്പിക്കുന്നതിലൂടെ മരണത്തിന്മേൽ യേശു ക്രിസ്തുവിനുള്ള അധികാരത്തെ, ദൈവം എന്നുള്ള നിലയിൽ തനിക്കുള്ള അധികാരത്തെ വ്യക്തമായി വെളിപ്പെടുത്തുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. ഈ ഓരോ രംഗത്തും ദൈവത്തിന് മഹത്വം കരയറ്റപ്പെടുന്നു അല്ലെങ്കിൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുന്നു എന്നുള്ള വിഷയം
എടുത്തു പറയുവാനായിട്ട് യോഹന്നാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് എന്നതും ശ്രദ്ധേയമായിരിക്കുന്ന വിഷയമാണ്. ഈ എല്ലാ പോയിന്റും ഞാൻ ഒരുമിച്ച് ഇടുവാനായിട്ടുള്ള കാരണം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടൊക്കെ എടുക്കുന്നവർക്ക് ഒരുമിച്ച് അത് കിട്ടാൻ വേണ്ടിയാണ്. ഓരോന്നായിട്ട് വരുമ്പോൾ അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മൾക്ക് ഇത് പൊതുവെ നമുക്കറിയാവുന്ന വിഷയമാണ്. അതിനകത്ത് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിച്ച വിഷയം 1-ാമത്തെ അടയാളം മുതൽ 7-ാമത്തെ അടയാളം വരെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് പഠിച്ചു പോയി കഴിഞ്ഞാൽ എല്ലായിടത്തെയും ലക്ഷ്യം ഒന്നാണ്, ദൈവത്തിന് മഹത്വം കരയറ്റുക എന്നുള്ളതാണ്. എന്നാൽ യേശുക്രിസ്തുവിന്റെ ദൈവത്വം പ്രോഗ്രസീവായിട്ട് വെളിപ്പെട്ട് മരണത്തിന്മേൽ അധികാരമുള്ള ദൈവമായിട്ട് യേശുക്രിസ്തുവിനെ യോഹന്നാൻ നമുക്ക് മുമ്പിൽ ചൂണ്ടിക്കാണിക്കുന്ന അടയാളങ്ങളാണ് ഈ 7 അടയാളങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇനി ഇതിനകത്ത് കൈകാര്യം ചെയ്യുന്ന പ്രധാന വിഷയങ്ങൾ, യോഹന്നാന്റെ സുവിശേഷം കൈകാര്യം ചെയ്യുന്ന പ്രധാന വിഷയങ്ങൾ 4 പ്രധാന വിഷയങ്ങളാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാം. അതായത് തുടക്കം മുതൽ ഒടുക്കം വരെ നിറഞ്ഞു നിൽക്കുന്ന 4 പ്രധാന വിഷയങ്ങൾ. ഈ ആദ്യത്തെ 3 വിഷയങ്ങൾ തുടക്കം മുതൽ തന്നെ ഉണ്ട്. ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തന പദ്ധതി പ്രത്യേകിച്ച് 14 മുതൽ 16 വരെ അധ്യായങ്ങളിലാണ് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവിക സ്നേഹം എന്നുള്ള വിഷയം, നമ്മുടെ വിശ്വാസത്തിന്റെ പ്രസക്തി, 1-ാമത്തെയും 12-ാം വാക്യത്തിൽ തന്നെ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു എന്ന് പറയുന്നതിൽ തുടങ്ങി നിത്യജീവൻ പ്രാപിക്കുന്നു. ഈ ടേംസ് അതല്ലെങ്കിൽ ഈ പദപ്രയോഗങ്ങൾ നമുക്ക് ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഉടനീളം കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട 4 വിഷയങ്ങളാണ്. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 4 വിഷയങ്ങളാണ്. ദൈവത്തിന്റെ സ്നേഹം, ആ ദൈവത്തിന്റെ, ഞാൻ ആദ്യം തന്നെ ഓർപ്പിച്ചു, ദൈവം സ്നേഹവാനാണ്, ദൈവം സ്നേഹമാകുന്നു എന്ന് ലേഖനത്തിൽ യോഹന്നാൻ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ആ ദൈവസ്നേഹം എങ്ങനെയാണ് വിഷ്വലൈസ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയുന്നത്, നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നത് എന്ന് വ്യക്തമായിട്ട് വെളിപ്പെടുത്തുവാനായിട്ട് യോഹന്നാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. അതാണ് അതിൻ്റെ ഒരു മഹത്വം. മറ്റു സുവിശേഷങ്ങളിലും ദൈവത്തിന്റെ ആ നിത്യമായ സ്നേഹമാണ് വെളിപ്പെടുന്നത്. എന്നാൽ യോഹന്നാൻ ഫോക്കസ് ചെയ്യുന്ന വിഷയം നമുക്ക് ഉൾക്കൊള്ളാവുന്ന ഏറ്റവും ലളിതമായ ഭാഷാശൈലിയിൽ കൂടി ഏറ്റവും ഒരു ഓർഡറിൽ, ഒരു പ്രോഗ്രസീവായിട്ട് ആ ദൈവസ്നേഹം നമ്മളിലേക്ക് വർഷിക്കപ്പെടുന്ന, പകരപ്പെടുന്ന ആ ഒരു ചിത്രത്തിന്റെ അനുഭവത്തിലാണ് യോഹന്നാൻ ഈ ദൈവസ്നേഹത്തെ വെളിപ്പെടുത്തുന്നത്. അതുപോലെ വിശ്വാസത്തിന്റെ ആവശ്യകതയും വിശ്വാസത്തിന്റെ ഫലവും, ഈ 2 വിഷയവും യോഹന്നാൻ വ്യക്തമായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിത്യജീവൻ, യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിൽ തന്നെ പറയുന്നു. പിന്നീട് മുമ്പോട്ട് വായിക്കുന്ന എല്ലാ അധ്യായങ്ങളിലും നിത്യജീവൻ പ്രാപിച്ചു, പിന്നെ നിത്യജീവന്റെ അനുഭവത്തിൽ ജീവിക്കുക, ഈ 2 വിഷയങ്ങളാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ നിത്യജീവൻ, നമുക്ക് നിത്യമായ ജീവൻ ഇവിടെ വെച്ച് തന്നെ നമുക്ക് ലഭിച്ചു. ഇവിടെ വെച്ച് നമ്മൾ ആ നിത്യജീവനിൽ ജീവിക്കണം. നിത്യതയിൽ ജീവിക്കുവാനായിട്ട് പോകുന്നത് കർത്താവിന്റെ വരവിന് ശേഷമാണ്. എന്നാൽ പലപ്പോഴും മനുഷ്യന്റെ ഉള്ളിലുള്ള ചിന്ത എന്ന് പറഞ്ഞാൽ നിത്യജീവൻ ഇവിടെ മരണത്തിന് ശേഷം, കർത്താവ് വന്നതിന് ശേഷമുള്ളതാണ് നിത്യജീവൻ എന്നാണ്. എന്നാൽ യോഹന്നാൻ അത് നേരെ തിരിച്ചുവിടെ കൊണ്ടു പറയുകയാണ്, ഈ ഭൂമിയിൽ നിത്യജീവന്റെ അനുഭവത്തിൽ, അതായത് വിശ്വസിക്കുന്ന മാത്രയിൽ തന്നെ ഒരുവൻ നിത്യജീവൻ പ്രാപിക്കുന്നു. ആ നിത്യജീവനിലൂടെ കടന്നു പോകുമ്പോൾ അതിനകത്ത് ഒരു സ്റ്റേജ് മാത്രമാണ് മരണം അല്ലെങ്കിൽ വേർപാട് എന്ന് പറയുന്നത്. ആ നിത്യജീവന്റെ അനുഭവത്തിൽ തന്നെയാണ് ആ വിശ്വാസി മരിക്കുന്നത്. നിത്യജീവന്റെ അനുഭവത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ ചെല്ലുന്നു. നിത്യജീവന്റെ അനുഭവത്തിൽ തന്നെ കർത്താവിനോട് കൂടെ, കർത്താവ് വരുമ്പോൾ എടുക്കപ്പെടുന്നു, കർത്താവിനോട് കൂടി ആയിരിക്കുന്നു. അപ്പോൾ നിത്യജീവന്റെ അനുഭവം പ്രാക്ടിക്കലി എങ്ങനെ നിത്യജീവന്റെ അനുഭവത്തിൽ ജീവിക്കാൻ കഴിയും എന്നത് യോഹന്നാൻ വ്യക്തമാക്കുന്നു. അതിന് കാര്യസ്ഥനായിട്ട്, നമ്മളെ ബലപ്പെടുത്തുവാനായിട്ട്, കാര്യവിചാരകനായിട്ട് ദൈവം, പരിശുദ്ധാത്മാവായിരിക്കുന്ന ദൈവം കാര്യസ്ഥനായി നമ്മോടുകൂടി ഉണ്ട് എന്നുള്ള ആശ്വാസവചനവും പ്രബോധനവും യോഹന്നാൻ വ്യക്തമായിട്ട് നൽകുന്നു. ഇതാണ് ഇതിനകത്ത് കൈകാര്യം ചെയ്യുന്ന പ്രധാന വിഷയങ്ങൾ. ഇനി ഔട്ട്ലൈൻ. ഇത് വളരെ ഡീറ്റെയിൽ ഒരു ഔട്ട്ലൈനിലേക്ക് നമ്മൾ പോകും. എന്നാൽ ഒറ്റ നോട്ടത്തിൽ യോഹന്നാന്റെ സുവിശേഷം എങ്ങനെയാണെന്ന് മനസ്സിലാകത്തക്ക രീതിയിൽ ഒരു ഔട്ട്ലൈനാണ് ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഇവിടെ 5 സെക്ഷനായിട്ട് നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തെ വേർതിരിക്കുകയാണ്. ഇതിനകത്ത് സബ് ഡിവിഷൻസ് വരും. അത് നമ്മൾ പിന്നാലെ പഠനത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ആ വിഷയം ഓരോന്നും സബ് ഡിവൈഡ് ചെയ്ത് നമ്മൾ പഠിച്ച് അതിനകത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ കവർ ചെയ്ത് മുന്നോട്ട് പോകാമെന്നാണ് താല്പര്യപ്പെടുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ ഒറ്റ നോട്ടത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തെ നോക്കുമ്പോൾ ആമുഖത്തിൽ അല്ലെങ്കിൽ മുഖവുരിയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് വചനത്തിന്റെ പൂർവാസ്തിക്യവും, അല്ല, വചനം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവാണ് എന്നതാണ് യോഹന്നാൻ സ്ഥാപിക്കുന്ന വിഷയം. അതുകൊണ്ടാണ് ബ്രാക്കറ്റിൽ ക്രിസ്തു എന്ന് കൊടുത്തിരിക്കുന്നത്. ക്രിസ്തുവിന്റെ പൂർവാസ്തിക്യവും മനുഷ്യാവതാരവും അല്ലെങ്കിൽ ജഡാവതാരവും
ആണ് ഒന്നാമത്തെ സെക്ഷൻ 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ആ വിഷയം ഫോക്കസ്ഡ് ആയിട്ട് യോഹന്നാൻ അവതരിപ്പിക്കുന്നു. അപ്പൊ യോഹന്നാൻ എഴുതി തുടങ്ങുമ്പോൾ തന്നെ യേശുക്രിസ്തു നിത്യനായ ദൈവമാണ് എന്നുള്ള വിഷയത്തെ അടിസ്ഥാനപ്പെട്ടുകൊണ്ടാണ് താൻ എഴുത്താരംഭിക്കുന്നത്. അപ്പൊ നമ്മൾ ആ പുസ്തകം പഠിക്കുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ധരിക്കേണ്ട ഒരു വിഷയം നിത്യനായ ദൈവത്തെക്കുറിച്ചും ദൈവത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ചുമുള്ള പഠനത്തിലേക്കാണ് ഇറങ്ങുന്നതെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകും. ഇനി നമ്മൾ രണ്ടാമത്തെ സെക്ഷനിലേക്ക് വരുമ്പോൾ അടയാളങ്ങൾ. മറ്റ് ഗോസ്പിൾസിൽ നമ്മൾ അതിനെ മിറക്കിൾസ്നോ വണ്ടേഴ്സ്നോ ഒക്കെയാണ് നമ്മൾ കാണുക. എന്നാൽ ഇവിടെ സയൻസ് എന്നാണ് അടയാളങ്ങൾ. യേശു ക്രിസ്തു ദൈവമാണ് എന്നതിന് അടയാളമായിട്ട് നടന്നിരിക്കുന്ന അത്ഭുത പ്രവൃത്തികൾ. അതിന്റെ ലിസ്റ്റ് നമ്മൾ 7 അത്ഭുതങ്ങൾ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഞാൻ അതിന്റെ വിസ്തീർണത്തിലേക്ക് നമ്മൾ പിന്നാലെ മഹത്വ പ്രദർശനവും വിശ്വാസത്തിനുള്ള ആഹ്വാനം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ ദൈവിക മഹത്വം വെളിപ്പെടുത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ യേശുവിൽ ദൈവമായി അംഗീകരിച്ച് വിശ്വസിക്കുകയും ചെയ്യേണ്ട ആവശ്യകതയാണ് ഈ അടയാളങ്ങൾ മുഖാന്തരം ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുന്ന ഈ രംഗത്തൊക്കെയും ദൈവത്തിന് മഹത്വം കരയറ്റി എന്നും അനേകർ കർത്താവിൽ വിശ്വസിച്ചു എന്നും യോഹന്നാൻ എടുത്തു പറയുന്നു. അതിന് കാരണം യേശുക്രിസ്തു അടയാളങ്ങളിലൂടെ തന്റെ ദൈവത്വം വെളിപ്പെടുത്തിയതിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് തന്നിൽ വിശ്വസിക്കുക എന്നുള്ളതാണെന്നാണ് അതിന്റെ ന്യായം. പിന്നെ നമ്മൾ കാണുന്നത് വിടവാങ്ങൽ സന്ദേശം അല്ലെങ്കിൽ മാളിക മുറി പ്രഭാഷണം എന്നൊക്കെ നമ്മൾ ആ പോർഷൻസ് നമ്മൾ വിളിക്കും. 13-ാം അധ്യായം 1 മുതൽ 17-26 വരെ കർത്താവ് ശിഷ്യന്മാരോട്, അതുവരെ കർത്താവ് പരസ്യമായി, നമുക്കറിയാം മത്തായി സുവിശേഷത്തിലും മർക്കോസിന്റെ സുവിശേഷത്തിലൊക്കെ പരസ്യ ശുശ്രൂഷയ്ക്കാണ് കൂടുതൽ ഊന്നൽ കൊടുത്ത് പറഞ്ഞിരിക്കുന്നത്. ലൂക്കോസും കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. എന്നാൽ യോഹന്നാൻ 13-ാം അധ്യായം തൊട്ട് 17-ാം അധ്യായം വരെ ചെയ്യുന്ന ഒരു പ്രവൃത്തി തൻ്റെ ശിഷ്യന്മാർക്ക് പ്രൈവറ്റ് ആയിട്ട് എങ്ങനെയായിരിക്കണം എന്തായിരിക്കണം എന്നത് സംബന്ധിച്ച് കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങളുടെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, ഒരു വളരെ വിശദമായിരിക്കുന്ന ഒരു പഠനം യോഹന്നാൻ നൽകുന്നു. അപ്പൊ മറ്റുള്ളവരും മാളിക മുറി പ്രഭാഷണത്തെ കുറിച്ച് പറയുന്നുവെങ്കിലും അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ നമുക്ക് തരുന്നത് യോഹന്നാനാണ്. അതിനൊരു കാരണമുണ്ട്. ഈ നിത്യജീവന് പ്രാപിച്ചവർ ഈ കർത്താവ്, നിത്യജീവദാതാവായിരിക്കുന്ന കർത്താവ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അതിനുവേണ്ടിയാണ് ശിഷ്യന്മാർക്ക് ആ പ്രഭാഷണം കൊടുത്തത്. അത് അവർ ശരിയായിട്ട് ഉൾക്കൊണ്ടത് കൊണ്ട് തന്നെയാണ് ഈ യോഹന്നാൻ അടക്കമുള്ളവര് ആദിമസഭയുടെ തൂണുകളായിട്ട് നിലകൊള്ളുവാനായിട്ട് ഇടയായി തീർന്നത്. ഇനി നമ്മൾ അതിന്റെ 18-ന്റെ 1 മുതൽ 20-ന്റെ 31 വരെ കർത്താവിന്റെ പീഡാനുഭവവും മരണവും പുനരുദ്ധാനവും എന്നുള്ള വിഷയമാണ് അവിടെ കൈകാര്യം ചെയ്യുന്നത്. 21-ാം അധ്യായത്തിന്റെ 1 മുതൽ 25-ലേക്ക് വരുമ്പോൾ അവസാന സെക്ഷനിൽ അല്ലെങ്കിൽ കൺക്ലൂഡിങ് ചാപ്റ്റേഴ്സ് വേണം, സെക്ഷൻ അല്ലെങ്കിൽ ഉപസംഹാരം എന്ന് വേണം നമുക്ക് പറയാം. പക്ഷെ അവിടെ കേവലം ഒരു ഉപസംഹാരമായിട്ടല്ല 21-ാം അധ്യായം നമുക്ക് നൽകിയിരിക്കുന്നത്. ഉപസംഹാരം എന്ന് പറയാൻ നമുക്ക് ഏറ്റവും ലാസ്റ്റിൽ ഒരു വാക്യം, അവിടെ യോഹന്നാൻ പറയുന്ന വിഷയം ഞാൻ സാക്ഷിയാണ്, സത്യസാക്ഷിയാണ്, ഞാൻ കർത്താവിനോട് ചേർന്നിരിക്കുന്ന സാക്ഷിയാണ് എന്നാണ് താൻ പറയുന്നത്. അതാണ് ഒരു ഉപസംഹാരമായിട്ട് പറയുക. പക്ഷെ ഈ അധ്യായത്തിലെ പ്രധാന വിഷയം എന്ന് പറയുന്നത് യഥാസ്ഥാനപ്പെടുത്തല എന്ന് പറഞ്ഞാൽ കർത്താവ് ക്രൂശിക്കപ്പെട്ടതിന് ശേഷം ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ആശങ്കകൾ ഉണ്ടായി. എന്ത് പറഞ്ഞാൽ ഇനി മുന്നോട്ട് എങ്ങനെയെന്നത് വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുമ്പോഴാണ് കർത്താവ് അവരുടെ അടുക്കൽ വന്ന്, മറ്റ് സുവിശേഷങ്ങളും ആ രംഗം വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. എന്നാൽ യോഹന്നാൻ അതിനകത്ത് കൊടുക്കുന്ന ഫോക്കസ് എന്ന് പറയുന്നത് അവരുടെ പതർച്ചയിൽ നിന്ന് റെസ്റ്റോർ ചെയ്യുക. യോഹന്നാന് അവിടെയുണ്ട്, പത്രോസുണ്ട്, യാക്കോബുണ്ട്. ഇവർ 3 പേരുമാണ് വളരെ ശക്തരായിട്ട് നിൽക്കുന്നത്. ഇവരിൽ പോലും കർത്താവിന്റെ മരണശേഷം മാനസികമായിട്ടിരിക്കുന്ന സമ്മർദ്ദത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ശൂന്യത അവസ്ഥയിലേക്ക് അവർ മാറപ്പെട്ടു പോയി കഴിയുമ്പോൾ കർത്താവ് അവരോട് വന്ന് ഇടപെട്ട് അവരെ ബലപ്പെടുത്തുകയും പിന്നീട് നമ്മൾ അതിന്റെ സെക്കൻഡ് പാർട്ട് കാണുന്നത് ചുമതല കൊടുക്കുക. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൽ വരുമ്പോൾ സുവിശേഷമായിട്ട് പോകുവാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ 21-ാം അധ്യായത്തിൽ യോഹന്നാൻ 21-ലേക്ക് വരുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ആ ഒരു ചുമതല ഫലമേൽപ്പിക്കുന്നതിന്റെ ആ രീതി, ആ ശൈലി വ്യത്യസ്തമായിട്ട് അറിയപ്പെടും. അത് യോഹന്നാന്റെ ഒരു ശൈലിയാണ്. എന്ന് പറഞ്ഞാൽ കർത്താവ് ഹൃദ്യമായിട്ട് അവരോട് ഇടപെട്ട് ആ കാര്യങ്ങൾ ചെയ്യിക്കുന്നത് എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് യോഹന്നാന്റെ സുവിശേഷത്തെക്കുറിച്ച് നമുക്ക് ആമുഖമായിട്ട് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പൊ യോഹന്നാന്റെ സുവിശേഷം നമ്മൾ പഠിച്ചു വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിലും ഉണ്ടാകേണ്ട ഒരു ആഗ്രഹം, യേശുക്രിസ്തുവിന്റെ ദൈവത്തിൽ, നമുക്കറിയാം യേശുക്രിസ്തു ദൈവമാണ്, നമ്മുടെ രക്ഷിതാവാണ്, നാം കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിച്ചവരാണ്. എന്നാൽ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ പൂർണ്ണമായി നാം ഉൾക്കൊള്ളുമ്പോഴാണ് നമ്മുടെ ആരാധനയും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ജീവിതവും
സമർപ്പണമുള്ളതായി തീരുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആഴങ്ങളിലേക്ക് എത്തി. യോഹന്നാൻ പത്മോസ് ദ്വീപിലായിരിക്കുമ്പോഴാണ് ദിവ്യ ദർശനത്താൽ യോഹന്നാൻ സ്വർഗീയ ആ അനുഭവത്തിലേക്ക്, ആ ദർശനത്തിലേക്ക് കടന്നു പോകുന്നു. കർത്താവിനെ അടുത്ത് കാണുന്നത് ആ ഒരു അനുഭവത്തിലാണ്. അതിന് പോകാനായിട്ടുള്ള കാരണം എല്ലാ അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ ആ രംഗം ഉണ്ടായിട്ടുണ്ട്. ഭക്തന്മാരായിരിക്കുന്നവരുടെ ഒക്കെ ജീവിതത്തിൽ അവർക്കുണ്ടായിട്ടുണ്ട്. അവർ കർത്താവിൻ്റെ ദൈവത്വത്തെ മനസ്സിലാക്കി അതിന് വിധേയപ്പെട്ടു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധികൾക്ക് മുമ്പിൽ അവർ നിരാശപ്പെട്ടു പോകാതെ ബലപ്പെട്ട് നിൽക്കാനായിട്ട്, പലപ്പോഴും ഒറ്റയ്ക്കായിരുന്നു ഭക്തന്മാരൊക്കെ. കർത്താവിന് വേണ്ടി നിൽക്കുന്ന ആളുകളൊക്കെ ഈ എല്ലാ കാലത്തും ഒറ്റയ്ക്കാണ്. യോഹന്നാൻ എന്തുകൊണ്ടാണ് പത്മോസ് ദ്വീപിൽ ഏകനായിട്ട് പോകേണ്ടി വന്നേ? സുവിശേഷ നിമിത്തമാണ്. കാരണം റോമൻ ഭരണകൂടം സുവിശേഷത്തിനെതിരെ ശക്തമായ എതിർപ്പുകൾ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ താൻ പ്രാണരക്ഷാർത്ഥം, അല്ലെങ്കിൽ തന്നെ നാട് കടത്തി താൻ അവിടേക്ക് പോയി, അല്ലെങ്കിൽ താൻ വന്യമൃഗങ്ങളാൽ, കടൽ ജീവികളാൽ, അവിടെയുള്ള ക്രൂരമൃഗങ്ങളാൽ കൊല ചെയ്യപ്പെട്ട, ജീവികളാൽ കൊല ചെയ്യപ്പെട്ടെന്നും വിചാരിച്ച് തന്നെ അങ്ങോട്ട് നാട് കടത്തിയതാകാം. എന്നാൽ അവിടെ ഇരിക്കുമ്പോഴാണ് താൻ എന്ത് കാണുന്നത്? ദൈവത്തിന്റെ മഹത്വം കാണുകയും ഏറ്റവും മനോഹരമായ നിലയിൽ ഭാവിയിൽ നടക്കുവാൻ പോകുന്ന രംഗങ്ങളെ വെളിപ്പെടുത്തി. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന രംഗം എന്ന് പറയുന്നത് നിത്യജീവൻ പ്രാപിച്ചവർക്ക് ലഭിക്കുന്ന നിത്യരാജ്യം, അല്ലെങ്കിൽ പുതുവാന ഭൂമികളെ കുറിച്ചുള്ള ദർശനമാണ്. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ ഇവിടെ കടൽക്കാറ്റൊക്കെ അടിച്ച് തണുപ്പടിച്ച് ക്ഷുദ്രജീവികളുടെ ഇടയ്ക്കൊക്കെ കഷ്ടപ്പെട്ടിരിക്കുന്ന യോഹന്നാൻ കാണുന്നത് തനിക്ക് വേണ്ടി സ്വർണ്ണങ്ങൾ കൊണ്ടും അതുപോലെ ഏറ്റവും തേജരൂപമായിരിക്കുന്ന വിലയേറിയ മുത്തുകളാൽ അലങ്കൃതമായിരിക്കുന്ന പുതിയ യെരൂശലേമും പുതുവാന ഭൂമിയൊക്കെയാണ്. അപ്പോൾ ആ ഒരു രംഗം കാണുവാനായിട്ടുള്ള ആ ഒരു ഭാഗ്യം യോഹന്നാന് ലഭിച്ചത് ഈ ഒരു അവസ്ഥയിൽ. അതുപോലെ ഭക്തന്മാരൊക്കെ അങ്ങനെയാ. ദാനിയേൽ സിംഹക്കുഴി കടന്നതും ഏലിയാവും ഒറ്റപ്പെട്ടു പോയതൊക്കെ ഇങ്ങനെ ഈ ഒരു അവസ്ഥയില. ഇന്നും എല്ലാ കാലത്തും അനുരഞ്ജനത്തിൽ പോകുന്നവർക്ക്, എന്ന് പറഞ്ഞാൽ ലോകവുമായിട്ട് ചേർന്ന് പോകുന്നവർക്കാണ് ലോക അംഗീകാരം കൊടുക്കുള്ളൂ. കർത്താവിന് വേണ്ടി നിൽക്കുന്നവർക്ക് അത് ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ നമ്മൾ ശ്രദ്ധിച്ചു പഠിച്ച എല്ലായിടത്തും കാണാൻ പറ്റുന്നത്, ദൈവത്തെ മനസ്സിലാക്കി ദൈവത്തെ അറിഞ്ഞ് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ഒരിക്കലും ഭൂമിയിൽ സ്വസ്ഥതയും സമാധാനം ഉണ്ടായിട്ടില്ല. അവരെപ്പോഴും ഒറ്റപ്പെട്ടു പോകും. അവർ സമൂഹത്തിൽ ഒറ്റപ്പെടും, കുടുംബത്തിൽ ഒറ്റപ്പെടും, ലോകത്തിൽ ഒറ്റപ്പെടും, ജീവിതത്തിന്റെ സാഹചര്യങ്ങളൊക്കെ അവർ ഒറ്റപ്പെട്ടു. പക്ഷെ അവരെന്തുണ്ട്? കർത്താവ് അവരോട് കൂടെ ഇരുന്ന് ബലപ്പെടുത്തി വഴി നടത്തുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ യോഹന്നാന്റെ സുവിശേഷം പഠിക്കുമ്പോൾ യോഹന്നാനെ വ്യക്തമായിട്ട് യോഹന്നാൻ വരച്ചു കാണിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ എടുത്തു കാണിക്കുന്ന യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ട് അതിന് പ്രകാരം ആ ദൈവിക മഹത്വത്തെ പ്രാപിച്ച് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം നമ്മൾ കൂടെ കൂടെ വായിക്കുന്നതാണ്. 19 അധ്യായമൊക്കെ നമ്മൾ എല്ലാ ഞായറാഴ്ചയും വായിക്കുന്ന അധ്യായങ്ങളാണ്. പക്ഷെ 19 അധ്യായം അല്ല, അത് വായിക്കേണ്ടതാണ്. പക്ഷെ വായിക്കേണ്ട അധ്യായം 1-ാം അധ്യായമാണ്. യേശുക്രിസ്തുവിന്റെ ദൈവത്വവും ദൈവിക അധികാരവും ആ ദൈവിക അധികാരത്തിനോടുള്ള നമ്മുടെ വിധേയത്വവുമാണ് യോഹന്നാൻ പ്രാരംഭമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ആ ഒരു അടിസ്ഥാനത്തിൽ നിന്ന് ഈ പഠനം മുമ്പോട്ട് കൊണ്ടുപോകാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു പരിവർത്തനത്തിന്, ഒരു രൂപാന്തരത്തിന് ഈ വചന പഠനം ഒരു മുഖാന്തരമായി തീരട്ടെ. വരുന്ന ദിവസങ്ങളിൽ കർത്താവ് അനുവദിച്ചാൽ നമുക്ക് വിശദമായിട്ട് അധ്യായങ്ങളിലൂടെ സഞ്ചരിക്കാം. ദൈവനാമം മഹത്വപ്പെടുന്നതാണ്.